യൂണിറ്റ് ഫോർ കെമിക്കൽ കൈനറ്റിക്സ്. ഈ യൂണിറ്റിന്റെ ആദ്യ സെന്റൻസ് തന്നെ പറയുന്നത് ദിസ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ. എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്, നടക്കുന്നത്, അല്ലെങ്കിൽ കാണപ്പെടുന്നത് എന്ന് പറയുന്നതാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്നാണ് ഈ യൂണിറ്റ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. കെമിസ്ട്രിയിൽ ബൈ ഇറ്റ്സ് നേച്ചർ കെമിസ്ട്രി ഈസ് കൺസേൺഡ് അബൌട്ട് ചേഞ്ച് അല്ലേ? കെമിക്കൽ കൈനറ്റിക്സ് അല്ല, കെമിസ്ട്രി തന്നെ നമ്മൾ പറയുമ്പോൾ ചേഞ്ചസിനെ കുറിച്ചാണ് സാധാരണ എന്ത് പറയുന്നത്, കെമിസ്ട്രി ഡീൽ ചെയ്യുന്നത്. കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത ചേഞ്ചസ്, അത് ഫിസിക്കൽ ഉണ്ടാവും, കെമിക്കൽ ഉണ്ടാവും. ഏത് തരം ചേഞ്ച് ആയാലും സബ്സ്റ്റൻസസ് വിത്ത് വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടീസ് ആർ കൺവേർട്ടഡ് ബൈ സർട്ടൻ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ടു സബ്സ്റ്റൻസസ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം സബ്സ്റ്റൻസസ് വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള വേറെ സബ്സ്റ്റൻസസ് ആയിട്ട് മാറുക. ഇപ്പോൾ H2O ഉണ്ടാവുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് H2O ഉണ്ടാവുന്നത്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയുമായ പ്രത്യേകതകളുള്ള രണ്ട് പദാർത്ഥങ്ങളാണ്. പക്ഷേ പ്രവർത്തനത്തിന് ശേഷം നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പദാർത്ഥം ഉണ്ടാവും അല്ലേ? ഇതാണ് കെമിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. കെമിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ സയൻറ്റിസ്റ്റ് they try to find out the feasibility of the chemical reaction, the extent to which the reaction will proceed and the speed of the reaction. ശാസ്ത്രജ്ഞന്മാർ പ്രധാനമായിട്ടും കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫീസിബിലിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, അതായത് സാധ്യത, ആ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള സാധ്യത. മനസ്സിലായില്ലേ? ഒരു റിയാക്ഷൻ നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ? നമ്മൾ വെറുതെ രണ്ട് സബ്സ്റ്റൻസസ് ചേർത്ത് മൂന്നാമത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതിന് ഉള്ള സാധ്യത പ്രധാനമാണ്. അതാണ് ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ തെർമോഡൈനാമിക്സിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ, വെദർ ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് ഓർ നോട്ട് അല്ലേ? ഡെൽറ്റ ജി നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞു, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണെന്നും, 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് റിയാക്ഷന്റെ സാധ്യതയെ കുറിച്ച് നമുക്ക് പറയാൻ പ്രയാസമില്ല. ദാറ്റ് ഈസ് ദ ഫീസിബിലിറ്റി ഓഫ് ദ റിയാക്ഷൻ. സോ ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് ഏതാണ്ട് അത് പറയാവുന്നതാണ്. ആ റിയാക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ, നടക്കുമോ ഇല്ലയോ, നടക്കാനുള്ള സാധ്യത എത്രയുണ്ട് എന്നുള്ളത്. അതാണ് ഫീസിബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മളത് എത്രമാത്രം ശ്രദ്ധിച്ചു എന്നറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിന്റെ ഫ്രീ എനർജി എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എത്രമാത്രം നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് നമ്മൾ സാധാരണ എക്സ്റ്റെന്റ് ടു വിച്ച് എ റിയാക്ഷൻ വിൽ പ്രൊസീഡ്, എത്രമാത്രം നടക്കാം, നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എത്രമാത്രം നടക്കാം, എക്സ്റ്റെന്റ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പകുതിക്കിലേ നിൽക്കുമോ, അങ്ങനെ വാട്ട് ഈസ് ദ എക്സ്റ്റെന്റ് ഓഫ് ദ റിയാക്ഷൻ, റൈറ്റ്? അത് നമ്മളൊരു പരിധി വരെ അവിടെ പറയേണ്ടായി. കോൺസെൻട്രേഷൻ കോഷ്യന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറെ പറയാൻ. മൂന്നാമത്തതാണ് ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ. സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ, ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ റിയാക്ഷൻ ടു റീച്ച് ഇക്വിലിബ്രിയം. എത്ര സമയം എടുക്കും അത് ഇക്വിലിബ്രിയത്തിലെത്താൻ? ദാറ്റ് ഈസ് എ സ്പീഡ്. വളരെ പെട്ടെന്നാണോ, വളരെ സ്ലോ ആണോ, അതോ മോഡറേറ്റ് ആണോ? അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്നാണ് പറഞ്ഞത്. ഫീസിബിലിറ്റി, എക്സ്റ്റെന്റ് ആൻഡ് സ്പീഡ്. ഇതാണ് നമ്മളിപ്പോൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ യൂണിറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വി ഡിസൈൻ ദ യൂണിറ്റ് അക്കോർഡിംഗ് ടു ദീസ് വേസ്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മാർഗം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ യൂണിറ്റ് ഡിഫൈൻ ചെയ്തത്. തെർമോഡൈനാമിക്സ് എന്താണ്, അല്ലെങ്കിൽ കൈനറ്റിക്സ് എന്താണ്, ഇക്വിലിബ്രിയം എന്താണ്, ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക പ്രോപ്പർട്ടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. And in this unit, we are going to see about the chemical reactions and its speed of the reaction. So it is equally important to know about the feasibility as well as the extent of reaction. It is equally important to know about the speed of the reaction or rate of the reaction and the various factors affecting this speed. Speed അല്ലെ റേറ്റ് പറഞ്ഞാൽ മാത്രം പോരാ. ആ റേറ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് റേറ്റ്, അതുകൂടി നമ്മളിതിൽ പറയേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ?
പല തരത്തിലുള്ള ഫാക്ടേഴ്സ് അതിൽ എഫക്ട് ചെയ്യാം. പലതരത്തിലുള്ള ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് വി വിൽ ഡീൽ. മനസ്സിലായില്ലേ? സോ in this particular branch, in this particular unit, we can say, deals with the study of reaction rate. Reaction rate, നമ്മളിവിടെ റേറ്റ് ആയിട്ട് പറയാം. സ്പീഡ് എന്നുള്ളത് റേറ്റ് എന്ന് പറയുന്ന രണ്ട് ചെറിയൊരു കൺസെപ്റ്റൽ ഡിഫറൻസ്. ആസ് വെൽ ആസ് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ, ഹൗ ദാറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ദാറ്റ് ഇസ് എ മെക്കാനിസം. The various steps involved in the reaction, sequence of various steps, ക്രമം, ആ റിയാക്ഷൻ നടക്കുന്ന ക്രമം, അതാണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൈനറ്റിക്സ്, ദാറ്റ് ഈസ് എ കെമിക്കൽ കൈനറ്റിക്സ്. മനസ്സിലായില്ലേ? സോ ദ കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദ പാർട്ട് ഓഫ് കെമിക്കൽ സയൻസ് ഡീലിംഗ് വിത്ത് ദി rate and the factors affecting the reaction, rate and the factors affecting the reaction, and the mechanism of the chemical reaction, mechanism of the chemical reaction. ഓക്കെ, ഇതിൽ അപ്പോൾ എന്താണ് കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽ കൈനറ്റിക്സ് ഡീൽസ് വിത്ത് ദി റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓർ റിയാക്ഷൻ റേറ്റ് ആൻഡ് ദെയർ ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. റേറ്റും അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സും അതേപോലെ തന്നെ മെക്കാനിസം. ഓക്കെ, ദാറ്റ് ഈസ് കൈനറ്റിക്സ്. ഈ കൈനറ്റിക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സാധനമുണ്ട്, കൈനറ്റിക് എനർജി, അല്ലേ? അപ്പോൾ എന്താ ഈ കൈനറ്റിക് എന്ന് പറഞ്ഞ വാക്ക്? ആക്ച്വലി ഇറ്റ് ഈസ് എ വേർഡ് ഡിറൈവ്ഡ് ഫ്രം കൈനസിസ്. കൈനസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ചലനം എന്നുള്ളതുമായി ബന്ധപ്പെട്ട. അല്ലെന്നാലും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ചലന ഊർജ്ജമാണല്ലോ, അല്ലേ? അപ്പൊ ചലനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കൈനറ്റിക് എന്നുള്ളത്, കൈനസിസ്. ഇൻ ഹിയർ ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് മീൻസ് വാട്ട്? ഹിയർ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദി change of the reaction. That means the rate of the reaction, change of that particular reaction in a particular time. That is why it is rate. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റേറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ പേര് വന്നത് ഇതുകൊണ്ടാണ്, കൈനറ്റിക്സ് എന്നുള്ളത് പേര് വന്നത്. ഓക്കെ, സോ കൈനറ്റിക്സ് ഈസ് മൂവ്മെന്റ്, കൈനസിസ് ഈസ് മൂവ്മെന്റ്. സോ chemical kinetics is the movement of that reaction. That means it's speed of the reaction. Speed of the reaction. And these kinetics studies not only help us to say the rate or speed, but to describe the various conditions by which the reaction rates can be altered. വെറും റേറ്റ് മാത്രമല്ല, അതിൻ്റെ കണ്ടീഷൻസും. അത് ആ റേറ്റ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ്, like the temperature, pressure, catalyst, etc. that affect the rate of the reaction. ചില കാര്യങ്ങൾ ഇപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ നമുക്കറിയാലോ, അതേപോലെ ടെമ്പറേച്ചർ വാരി ചെയ്താൽ, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ചോറുണ്ടാക്കാൻ വേണ്ടി അരി പാത്രത്തിലെടുത്തു, വെള്ളം ഒഴിച്ചു, അടിയിൽ തീ കത്തിക്കണം, അപ്പോഴല്ലേ ആ ചേഞ്ച് നടക്കൂ. അരി എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ചോറായിട്ട് മാറണമെങ്കിൽ ഒരു ചേഞ്ച് വരണമല്ലോ. ദാറ്റ് ചേഞ്ച് ഈസ് ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ്. അതോ അത് വെറുതെ ചെറുതായിട്ട് സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് റേറ്റ് ഈസ് വെരി സ്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കത്തിക്കും, ചൂട് കൊടുക്കുന്നത്. സോ വേരിയസ് ഫാക്ടേഴ്സ് ആണ്. പ്രഷർ കുക്കറിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ലേ ആ ചേഞ്ചിന്? സോ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആർ ദ ലൈക്ക് പ്രഷർ, ടെമ്പറേച്ചർ, concentration, etc. that affect the rate of the reaction. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രൂപത്തിൽ നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വലിയ അളവിൽ നമ്മൾ പറയുന്നുണ്ട്. വലിയ അളവിൽ പറയുമ്പോൾ എത്ര റിയാക്റ്റൻ്റ് ഉപയോഗിക്കുന്നു, എത്ര പ്രോഡക്റ്റ് കിട്ടുന്നു, ദാറ്റ് ഇസ് ദ എമൗണ്ട്, ദാറ്റ് ഇസ് ദ എമൗണ്ട്. എന്നാൽ അത് മൈക്രോ ലെവലിൽ, മോളിക്കുലാർ ലെവലിൽ അല്ലെങ്കിൽ മൈക്രോ ലെവലിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കാനിസം ഇൻവോൾവ്. എങ്ങനെയാണ് ഇവ, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് ഇവ ഈ റിയാക്ഷൻ നടക്കുന്നത്, അതാണ് അതിൻ്റെ മോളിക്കുലാർ ലെവൽ ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ മെക്കാനിസം. സോ ദ റിയാക്ഷൻ മെക്കാനിസം ഇൻവോൾവിംഗ് ദ ഓറിയന്റേഷൻ ആൻഡ് എനർജി ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് ദീസ് റിയാക്ഷൻസ്, അതിൻ്റെ മോളിക്കുലാർ ലെവലിൽ
ഇതിന്റെ ഓറിയന്റ് മോളിക്യൂളുകൾ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്, അവയുടെ ഊർജം, ഇവ എങ്ങനെയാണ് കൂട്ടിയിടിച്ച് റിയാക്ഷൻ തരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അതിന്റെ മോളിക്കുലാർ മാക്രോ ലെവലിൽ പറയുന്നത്. അപ്പോൾ മൈക്രോ ആൻഡ് മാക്രോ ലെവലിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഈ തെർമോഡൈനാമിക്സ് ഒക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് മാക്രോ ആയിട്ട് നമ്മൾ പറയാം, മൈക്രോ ആയിട്ടല്ല പറയാം. ഇവിടെ അതല്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. റൈറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതിനൊരു ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിക്കുന്നു. റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഈ റേറ്റ് തന്നെ നമ്മൾ രണ്ട് രൂപത്തിൽ പറയാറുണ്ട്. ഒരു ആവറേജ് റേറ്റും പറയാറുണ്ട്, ഒരു ഇൻസ്റ്റന്റേനിയസ് റേറ്റും പറയാറുണ്ട്. അത് ഈ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിൽ പ്രധാനമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ പല റേറ്റുകളിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടി ചേർന്നൊരു ലോങ് ടൈം ഡ്യൂറേഷനിലുള്ള റേറ്റ്, അത് ആവറേജ് ആയിട്ട് നമ്മൾ പറയുമല്ലോ. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ്, ഏതെങ്കിലും ഒരു സമയത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബസ്സിൽ കയറിയിട്ട് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ആ ബസ് 60 കിലോമീറ്റർ സ്പീഡിലാണ് പോയത് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് 60 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് എടുത്ത് കോഴിക്കോട് എത്തുന്ന വഴി 60 കിലോമീറ്ററിൽ പോയി എന്നാണോ? അല്ല. ദർ ഇസ് ആൻ ആവറേജ് ഓഫ് സ്പീഡ്. പല സമയങ്ങളിൽ അതിന് പല സ്പീഡായിരിക്കും. ബട്ട് ഇൻ ആവറേജ് ദർ ഇസ് എ സ്പീഡ്. എന്നാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ആ പോകുന്ന വഴിക്ക് കൊണ്ടോട്ടിയിൽ എത്തിയപ്പോൾ അതിന് എത്രയാണ് സ്പീഡ്, ദാറ്റ് ഇസ് ആ ഇൻസ്റ്റന്റ്. അപ്പോൾ പല രൂപത്തിൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇനി റിയാക്ഷൻ റേറ്റിലേക്ക് കിടക്കുകയാണ്. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഈ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാം. ചില റിയാക്ഷൻസ് വളരെ ഫാസ്റ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പടക്കം പൊട്ടുന്ന റിയാക്ഷനാണ് വിചാരിക്കുക. പടക്കം തീ കൊടുക്കുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് എ വെരി ഫാസ്റ്റ് റിയാക്ഷൻ. അതിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യാൻ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. വിത്തിൻ ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ദാറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ്സ്. ദാറ്റ് ഇസ് എ വെരി ഫാസ്റ്റ് റിയാക്ഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ. അപ്പോൾ അതൊരു റിയാക്ഷൻ തന്നെയാണല്ലോ അല്ലേ? റിയാക്ഷനാണ്. ആ തീ, അത് പിന്നെ ആ വെടിമരുന്നിന് തീ പിടിച്ചു, അത് ഗ്യാസസ് ആയിട്ട് മാറിയിട്ടാണ് അത് എന്താവുന്നത്, പൊട്ടുന്നത്. ദാറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു സാധാരണ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ NaOH HCl തമ്മിലുള്ള റിയാക്ഷൻ, NaOH പ്ലസ് HCl, സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ HCl ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? HCl ഒഴിക്കുമ്പോൾ NaCl പ്ലസ് H2O, അങ്ങനെയല്ലേ നമ്മൾ റിയാക്ഷൻ എഴുതാം. ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എഴുതിയ സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഈ റിയാക്ഷൻ ഈ എഴുതുന്നത് പോലെയല്ല, വളരെ ഫാസ്റ്റാണ്. നമ്മൾ NaOHലേക്ക് HCl ഒഴിക്കുന്നു, കഴിഞ്ഞു, റിയാക്ഷൻ കഴിഞ്ഞു. ഇത് ഈ പറയുന്ന പോലെ അത്രേ ഉള്ളൂ. അതിന് വി ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ സം ടൈം. ദാറ്റ്സ് ആൻ അയണിക് റിയാക്ഷൻ ആൻഡ് ദാറ്റ് അയണിക് റിയാക്ഷൻ ഈസ് വെരി ഫാസ്റ്റ്. വളരെ ഫാസ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം റിയാക്ഷൻസ്, ഫാസ്റ്റ് റിയാക്ഷൻസ്, അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റ്, സോഡിയം ക്ലോറൈഡ്, നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ റിയാക്ഷനാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വളരെ സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ. വെരി സ്ലോ റിയാക്ഷൻസ് ആണ്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റസ്റ്റിംഗ് പറഞ്ഞല്ലോ, റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പ് പിടിക്കുന്നത്. അതെങ്ങനെയാ? കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് തുരുമ്പ് വന്ന് പോവുമോ? അതില്ലല്ലോ. അതിന് വളരെയധികം സമയം വേണം. 1 വർഷമോ 2 വർഷമൊക്കെ വേണം ആ ഒരു റസ്റ്റിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവണമെങ്കിൽ. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ, അല്ലേ? അതൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടൊക്കെ നമ്മൾ വെക്കുന്നത്. Such reactions are very slow in nature. Very slow in nature. Okay. അപ്പോൾ ഫാസ്റ്റ് റിയാക്ഷൻസ് ആർ ദർ, സ്ലോ റിയാക്ഷൻസ് ആർ ദർ. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചുറ്റുമുള്ള റിയാക്ഷൻസ് അതിന്റെ സ്പീഡ് വെച്ചിട്ട് വെറുതെ ഒന്ന് താരതമ്യം ചെയ്താൽ യു ക്യാൻ സീ വേരിയസ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്, വേരിയസ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് എന്ന് പറയാം. കാരണം നമ്മൾ അതിൽ റിയാക്ഷൻ പിന്നെയല്ലേ കാണുന്നുള്ളൂ, ആദ്യം ചേഞ്ച് അല്ലേ കാണുന്നത്. വേറെ ചിലതുണ്ട് വളരെ മോഡറേറ്റ് ആയിട്ട്. ഒരു ഉദാഹരണം പറയാം. അതൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് കാണാവുന്ന സാധനങ്ങളാട്ടോ, മോഡറേറ്റ് ആയിട്ടുള്ള.
നിങ്ങൾ വീട്ടിൽ അരി അരച്ച് വെക്കും അടുത്ത ദിവസത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാൻ. അപ്പോൾ അരി അരച്ച് നമ്മളത് അവിടെ വെക്കും. അടുത്ത ദിവസം ആകുമ്പോഴേക്കും അതിങ്ങനെ സാവധാനം പൊങ്ങി വന്നിട്ടുണ്ടാവും ഇല്ലേ? കുറച്ചൊന്ന് സ്മൂത്തായിട്ട് നമ്മൾ അതുകൊണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹാർഡായിരിക്കും. ചപ്പാത്തിയോ പൊറാട്ടയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം അത് മാവ് അതിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ച് നമ്മളത് കുറച്ചു നേരം വെക്കും. എന്തിനാണ്? ആ പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. ചിലർ ഈസ്റ്റ് ഇടും, ചിലർ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, പഞ്ചസാര ഇട്ട് വെക്കും, അങ്ങനെ പല കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? അത് നമ്മളിങ്ങനെ ചെയ്തു, അവിടെ തന്നെ വെച്ചു, അപ്പം തന്നെ എടുക്കും. അങ്ങനെയല്ല, അത് ഫാസ്റ്റ് അല്ല, എന്നാൽ വളരെ സ്ലോയുമല്ല. കുറച്ച് സമയം എടുക്കും, 2 or 3 hours ഓർ 1 day അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ്. ഇതൊക്കെയാണ് എൻ്റെ സമയങ്ങൾ സാധാരണ പറയാം. അവിടെ ഒരു റിയാക്ഷൻ, there is a reaction takes place and that reaction require a certain amount of time that is moderate. മനസ്സിലായല്ലോ? ഇതാണ് ഇത്. അപ്പം അതിൻ്റെ സ്പീഡ് നമുക്ക് മെഷർ ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. വളരെ ഫാസ്റ്റ് ആയാൽ പ്രയാസമാണ്, വളരെ സ്ലോ ആയാലും പ്രയാസമാണ്. ബട്ട് മോഡറേറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we can easily find out the speed of that process. അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല. അപ്പം എന്താണ് സ്പീഡ്? സ്പീഡിൽ സമയമുണ്ട്, മാറ്റവുമുണ്ട്. അതാണ് സ്പീഡിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ ബസ്സിൽ കയറിയിരുന്നിരുന്നു കോഴിക്കോട്ടേക്ക് പോകാൻ. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ എന്താ സംഭവിച്ചുള്ളത്? അവിടെ സ്പീഡ് പറയുമ്പോൾ അവിടെ റേറ്റ് അല്ലല്ലോ, നമ്മൾ സ്പീഡാണ് പറയുക, വെലോസിറ്റി ഒക്കെ പറയുക. അവിടെ സ്പീഡ് പറയുമ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ഡിസ്റ്റൻസ് കവേർഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നതാ, സ്പീഡും വെലോസിറ്റിയൊക്കെ അവിടെ പഠിക്കുന്നതാ. അവിടെ നിങ്ങൾക്ക് അറിയാം, വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഇത്ര സമയത്തിൻ്റെ അകത്ത് ഇത്ര ഡിസ്റ്റൻസ് മാറി, അല്ലെ ഇത്ര സമയത്തിൻ്റെ അകത്ത് ഇത്ര ദൂരം യാത്ര ചെയ്തു, ഇല്ലേ? ട്രാജക്ടറി പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പഠിക്കണ്ടല്ലോ, കുറേ ഉണ്ട് സ്പീഡുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എ റിയാക്ഷൻ, നമ്മൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അവിടെ നമുക്ക് ദൂരം യാത്ര ചെയ്യാനില്ല, മറിച്ച് എന്താ ഉള്ളത്? എത്രമാത്രം ചേഞ്ച് നടന്നു എന്നുള്ളത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു പ്രത്യേക സമയത്തിൻ്റെ അകത്ത് ഈ റിയാക്റ്റന്റിന്, വാട്ട് ഈസ് എ റിയാക്റ്റന്റ്, വാട്ട് ഈസ് എ പ്രോഡക്റ്റ്, അത് നമ്മൾ പറയാം. ഈ റിയാക്റ്റന്റിന് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന് എത്ര കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടായി, അതിൻ്റെ കോൺസെൻട്രേഷനിൽ എത്ര വ്യത്യാസമുണ്ടായി. എന്താണ് റിയാക്റ്റന്റ്? റിയാക്ട് ചെയ്യുന്നതാണ് റിയാക്റ്റന്റ്. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റിയാക്റ്റന്റും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പ്രോഡക്റ്റും. ഇങ്ങനെയല്ല സാധാരണ റിയാക്ഷൻ എഴുതുക. റിയാക്ട് ചെയ്യുന്നത് റിയാക്റ്റന്റ്, ഉണ്ടാകുന്നത് പ്രോഡക്റ്റ്. അതെങ്ങോട്ട് എഴുതിയാലും കുഴപ്പമില്ല, അടുത്തേക്ക് എഴുതിയാലും വലത്തേക്ക് എഴുതിയാലും കുഴപ്പമില്ല. ആരോ മാർക്കിന്റെ ആരോ എൻഡ് ഉള്ളത് പ്രോഡക്റ്റിലാണെന്നുള്ളതേ ഉള്ളൂ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അടുക്കളയിൽ കയറി, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഇനി അടുക്കളയിൽ കയറി. അടുക്കളയിൽ കയറി നമ്മൾ ചോറുണ്ടാക്കുക. നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ തീ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വി സ്റ്റാർട്ടഡ് അവർ സ്റ്റോപ്പ് വാച്ച് ടു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ ടൈം. നമ്മൾ സമയം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് അതിൻ്റെ അടപ്പ് പൊന്തിച്ച് നോക്കൂ, ദാറ്റ് വാസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ദാറ്റ് വാസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഇതൊക്കെ ഒന്നും പറഞ്ഞു തരണ്ട, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഇല്ലേ? ഐസൊലേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ. അപ്പോൾ ദാറ്റ് വാസ് എ ക്ലോസ്ഡ് സിസ്റ്റം. വേണമെങ്കിൽ തുറന്നു വെച്ചിട്ടും ആവാം, പക്ഷെ അവർ അടയ്ക്കും. കാരണം അത് അടച്ചാലാണ് പെട്ടെന്ന് വേവെന്ന് അവർക്കറിയാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു കയ്യിൽ ഉപയോഗിച്ച്, ഒരു സ്പൂൺ ഉപയോഗിച്ച്, നിങ്ങൾ എന്താണോ ഭാഷ പറയുന്നത് വെച്ചാൽ അതിൽ നിന്ന് ഒരു വറ്റെടുക്കുന്നു, അതൊന്ന് അമർത്തി നോക്കുന്നു, ഞെക്കി നോക്കുന്നു. എന്തിനാണ്? ചേഞ്ച് വന്നോന്നറിയാൻ, എത്ര ചേഞ്ച് വന്നു എന്നറിയാൻ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു, ഇതായിട്ടില്ല, കുറച്ച് നേരം കൂടി വേവിക്കണം, അല്ലെ അത് പകുതി വന്നിട്ടുണ്ട് കേട്ടോ, അല്ലെ അയ്യോ വേവ് കൂടിയല്ലോ. See, there is a change in concentration, change that takes place there. അത് മാത്രമല്ല, നമ്മൾ ഓരോ അരിമണിയും ഞെക്കി നോക്കുന്നില്ല, നമ്മളവിടെ റാൻഡം ചെക്കിങ് മാത്രമേ നടത്തുന്നുള്ളൂ. വി നോ that change will be there in every part of that system.
അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതൊരു റാൻഡം ചെക്കിംഗ് ആണ്. ഈ റാൻഡം ചെക്കിംഗ് തന്നെയാണ് നമ്മൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ഇനി ഉപയോഗിക്കുക. ഹോൾ സിസ്റ്റം കനോട്ട് ബി മെഷേർഡ്. അങ്ങനെ മൊത്തം അങ്ങനെ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റിയാൽ തന്നെ അപ്പോൾ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞില്ലേ? അതില്ലേ, നമ്മൾ റാൻഡം ആയിട്ടാണ് ചെക്ക് ചെയ്യുക. ഒരു സാമ്പിൾ എടുക്കും, ടെസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ്. റിയാക്ടന്റ് ആയാലും മതി, പ്രോഡക്റ്റ് ആയാലും മതി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതുണ്ടല്ലോ, അരി നമ്മൾ അടുപ്പത്തിട്ടു, ചൂട് കൊടുക്കാൻ തുടങ്ങി, പറഞ്ഞത് കത്തിച്ചു, കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ അരി തന്നെയാണ്, അത് വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇത് എന്ത് തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയും, അതായത് റിയാക്ടന്റിൽ നിന്ന് മാറിയിട്ടില്ല. കുറെ നേരം കഴിഞ്ഞിട്ടാണ് വെച്ചാൽ അയ്യോ അത് വേവ് കൂടിയല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി, റിയാക്ടന്റ് ഒക്കെ കുറെ പ്രോഡക്റ്റിന്റെ സൈഡിലേക്ക് മാറി, ഇപ്പൊ ഫുള്ളായിട്ട് ആ അവസ്ഥയിലാണ്. സോ വി ആർ ചെക്കിംഗ് ദ പ്രോഡക്റ്റ് നൗ. അത്രേ ഉള്ളൂ. ഇതില് നമ്മൾ റേറ്റ് പറഞ്ഞു. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ ടേം ആണ് മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞത്. ഓഫ് എ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ടൈം. ടൈം യു ക്യാൻ മെഷർ ഇൻ സെക്കൻഡ്, മിനിറ്റ് ഓർ അവർ. സെക്കൻഡിലാണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡിലായിരിക്കും മെഷർ ചെയ്യുക, കുറച്ച് സ്ലോ ആണെന്ന് വെച്ചാൽ മിനിറ്റിൽ. അങ്ങനെ അത് നമ്മൾ ഡിപ്പെൻസ്. അത്ര വലിയ പ്രശ്നമില്ല, ഒരു യൂണിറ്റ് അവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ദ റേറ്റ് അപ്പൊ രണ്ട് രൂപത്തിൽ പറഞ്ഞു, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ്. അപ്പൊ റിയാക്ടന്റ് എന്താ പറ്റിയിട്ടുണ്ടാവുക? വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്? ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കുറയല്ലേ ചെയ്യുക റിയാക്ടന്റ്. റിയാക്ടന്റ് ആണ് പ്രൊഡക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മളെ കയ്യിൽ അരി മാത്രമേ ഉള്ളൂ, അത് എത്രമാത്രം ചോറായി എന്നാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അത് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ആയാലും മതി കേട്ടോ. എനി വൺ ഓഫ് ദ റിയാക്ടന്റ്. നമ്മുടെ റിയാക്ടൻസിൽ എ ബി സി മൂന്നെണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഗീവ്സ് ഡി ആണ് എങ്കിൽ ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് എ, that is a rate, or change in concentration of B, that can be also used as a rate. Change in concentration of C can also be taken as speed or rate of the reaction. Any of these factors, എല്ലാത്തിനെയും കൂടി കൂട്ടൊന്നും വേണ്ട. സാമ്പാർ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അതിൽ വെണ്ടക്കയുടെ വേവും പരിപ്പിന്റെ വേവും വേറെ എല്ലാത്തിൻ്റെയും കൂടി വേവ്, എല്ലാ വേവുകളും കൂടി കൂട്ടിയതാവില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് ഞെക്കി നോക്കിയാലും ഇത് ആയോ നമുക്ക് മനസ്സിലാവും. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ്. സിമിലർലി പ്രോഡക്റ്റ് ആൾസോ. അവിടെ എന്താണ്? അവിടെ ഡിക്രീസ് അല്ല, അവിടെ ഇൻക്രീസ് ആണ്. ബിക്കോസ് ഇനീഷ്യലി വി ഡോണ്ട് ഹാവ് എനി പ്രോഡക്റ്റ്. അരി അടുപ്പത്ത് വെച്ചു, അപ്പൊ എന്തില്ല, ചോറില്ല, അവിടെ അരിയേ ഉള്ളൂ. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഈസ് 0, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഈസ് മാക്സിമം. As the time goes, the amount of product increases, but amount of reactant decreases. So in terms of product, rate is the increase in concentration of product. Rate എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതാണ്. Suppose if you have more than one product, നമുക്ക് ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടെങ്കിലോ? ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. Any one of the product, change in concentration of any one of the product. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ കൂടുന്നതായാലും മതി, അത്രേ ഉള്ളൂ. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഒരു ധാരണ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു റിയാക്ഷൻ എടുക്കുക. ലെറ്റ് us take an hypothetical reaction. ഒരു സൈദ്ധാന്തികമായ റിയാക്ഷൻ ഉള്ള, നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻ അല്ല. എ ഗീവ്സ് ബി, അല്ലെങ്കിൽ റിയാക്ടന്റ് ഗീവ്സ് പ്രോഡക്റ്റ്, ആർ ഗീവ്സ് പി എന്നോ ടെക്സ്റ്റിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഇനിയാ ഏതെങ്കിലും. ഓക്കെ, ഹിയർ വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദ വോളിയം of the system remains constant. There is a closed system, say, where you can say 1 mole of the reactant A produces 1 mole of the product B. ഒരു മോൾ എ ഒരു മോൾ ബി ആവുക, അത്രേ ഉള്ളൂ. സോ വി ക്യാൻ സേ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? റേറ്റ് എന്ന് പറയാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ വേണം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി വേണം. നല്ല റേറ്റ് കിട്ടും അല്ലേ?
ഇതിൽ സപ്പോസ് വി ക്യാൻ സേ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇതൊരു നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ട് കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടാൽ അത് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ അത് ഉപയോഗിച്ചത് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? കോൺസെൻട്രേഷൻ എന്നുള്ളത് യൂഷ്വലി വി റെപ്രസെന്റ് ദാറ്റ് വിത്തിൻ എ സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ്. If the initial concentration of A is square bracket A1, ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എപ്പോഴും പറയുന്നില്ല, കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ശരി. If it is A1 and the concentration of product, അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആവണം നിർബന്ധമില്ല കേട്ടോ. നമ്മളൊരു ഏതെങ്കിലും ഒരു ടൈം ഇന്റർവെല്ലിൽ ചെയ്താൽ മതിയല്ലോ. ഈ സ്പീഡ് കണ്ടുപിടിക്കാനേ നമുക്ക് ഏതെങ്കിലും ഒരു ടൈം ഇന്റർവെല്ലിൽ ചെയ്താലും മതി, കുഴപ്പമില്ല. നമ്മൾ reaction start ചെയ്തു. After 5 minutes we measured the concentrations, then after 10 minutes we measured the concentration, then after 15 minutes we measured the concentration. Like that we can measure. അപ്പോൾ 5ാമത്തെ മിനിറ്റിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഇത്ര, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇത്ര, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ. സോ നമ്മൾ എടുത്ത ആ സമയത്ത് at that time the concentration of A is A1 and the concentration of B is B1 എന്ന് വിചാരിക്കാം. ഇപ്പോൾ റിയാക്ടന്റെയും പ്രോഡക്റ്റിന്റെയും പറഞ്ഞു. then after some time, കുറച്ച് സമയത്തിന് ശേഷം, അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ടൈമിന് T1 എന്ന് കൊടുക്കാം. at time T1 concentration of A is A1, concentration of B is B1. then at time T2, അടുത്ത ടൈം ഒരു കുറച്ച് നേരം ആ റിയാക്ഷൻ നടത്തിയതിനു ശേഷം, after 5 minutes or 10 minutes or like that. so time is T2 now. so you started the reaction at 6 AM. okay, and you started to find out the concentration at 6:15 AM. that is T1 that is 6:15. then T2 6:30 ആണെങ്കിൽ T2 is 6:30. now that is T2 and the concentrations are A2 and B2. right. then what is the change in time? Change in time is T2 minus T1. T2 minus T1. T2 minus T1 is what? Change in time. In here we are representing the change in time as delta T. Delta T. ആ ത്രികോണമായിട്ട് എഴുതിയിരിക്കുന്നത് അതാണ്, ഡെൽറ്റയാണ്. ചേഞ്ച് ഇൻ ടൈം ആണ്. അങ്ങനത്തെ ചേഞ്ച് ഒക്കെ, വലിയ ചേഞ്ചുകളൊക്കെ ഇവിടെ ഇപ്പോൾ നല്ല വ്യത്യാസമല്ലേ? 6:15 മുതൽ 6:30 വരെ എന്നൊക്കെ പറയുമ്പോൾ 15 മിനിറ്റ്, അതാണ് ഡെൽറ്റ ടി. അപ്പൊ T2 minus T1 is delta T. ഇനിയോ നമ്മുടെ കയ്യിൽ രണ്ട് കോൺസെൻട്രേഷൻസ് ഉണ്ട്, A2 ഉണ്ട്, A1 ഉണ്ട്. So what is A2 minus A1? Concentration of A2 minus concentration of A1. That is equal to delta A. Delta square bracket A. That is the change in concentration of A. Similarly, you can find out the change in concentration of product. That is B2 minus B1. Delta B. B2 minus B. Delta B. Change in concentration of product. ഇനി നമ്മൾ പറയേണ്ടത്, അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്, ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇല്ലേ? അപ്പൊ എ എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്തിട്ടാണ് ബി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. നോ ഡൗട്ട് അറ്റ്. സോ ദാറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എ. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. എ കുറഞ്ഞാലേ ബി കൂടുള്ളൂ. അതെങ്ങനെ എഴുതുക? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ എ. പക്ഷെ അത് ഡിക്രീസ് ചെയ്യാന്ന് കാണിക്കണമല്ലോ, കുറയല്ലേ? ആക്ച്വലി A1 ഈസ് ഗ്രേറ്റർ ദാൻ A2. പക്ഷെ നമ്മൾ എടുത്തുള്ളത് A2 minus A1 ആണ്. അപ്പൊ അത് മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ദാറ്റ് ഇസ് വൈ വി പുട്ട് എ നെഗറ്റീവ് സൈൻ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദാറ്റ് റെഡ് സർക്കിൾ. ദാറ്റ് നെഗറ്റീവ്, ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ദാറ്റ് നെഗറ്റീവ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. That represent the decrease in concentration of the reactant. That is why delta A is negative. So decrease in concentration of reactant delta A, negative delta A, minus delta A by delta T is the rate. ആ ടൈമിന്റെ ഉള്ളിൽ decrease in concentration ആണ് delta A by delta T. That is minus delta A by delta T, decrease in concentration of the reactant with respect to time. That is the rate. That is a change in concentration of A over time period delta T is time. Similarly, you can write that for product also, where that is increase in concentration of product. Product in alavu koodana. Appo B2 minus B1 positive ആണ്. So it is not needed to put positive there. It is understood. Any value that is positive. Negative ആണെങ്കിൽ മാത്രം നിങ്ങൾ നെഗറ്റീവ് ഇട്ടാൽ മതി. Delta B by delta T is the rate of change in concentration of B.
So delta B, change in concentration of B over time period delta T, that is the rate of change of B. ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ എന്നുള്ളതിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്, കാരണം അത് റിയാക്റ്റന്റാ, അത് റിയാക്ട് ചെയ്തിട്ട് വേണം പ്രോഡക്റ്റ് ഉണ്ടാവാൻ. സോ അവിടെ റേറ്റ് എന്ന് പറയുന്നതിൽ നമ്മളൊരു മൈനസ് സൈൻ ഇടാനുള്ള കാരണം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് നെഗറ്റീവ്. ബി കൂടി വരുന്നതുകൊണ്ട് അവിടെ നെഗറ്റീവ് അല്ല, അവിടെ പോസിറ്റീവാണ്, കാരണം കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. നോക്കൂ, എ ടു ബി റെപ്രസെന്റ് ചെയ്തതാ ക്ലോക്കിൽ. ഇതാ സ്റ്റോപ്പ് വാച്ച് ആയതുകൊണ്ട് നമ്മൾ 12 മണി എന്ന് വിചാരിക്കേണ്ട. We started at this time, then time goes 10 minutes, 20 minutes, 30 minutes, like that, 40, 50, then 60, 1 hour, like that. You can see that changes in these particular colors of these, spheres, bubbles. Here, all the bubbles having green color. Some bubbles are changed to red. Then this number of red bubbles gradually increases, and finally, the number of red bubbles increases, or it is greater than the black colored bubbles. Initially, they are fully black. ഇവിടെ ഫസ്റ്റ് വൺ എ മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ എ മാത്രമേ ഉള്ളൂ, റിയാക്റ്റൻസ് ഓൺലി. പിന്നെ ഇത് ഗ്രാജുവലി ദ റിയാക്റ്റൻസ് കുറഞ്ഞു വരുന്നു. യു ക്യാൻ കൗണ്ട് ദ നമ്പേഴ്സ്, നോ പ്രോബ്ലം, എണ്ണം നോക്കിക്കോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഗ്രാജുവലി ബി ഇൻക്രീസ് ചെയ്യും, എ ഡിക്രീസ് ചെയ്യും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ സമയത്തും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ഓരോ സമയത്ത് റേറ്റ് നമ്മൾ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി, അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് ഗ്രാഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വേഴ്സസ് ടൈം. എന്താ അതിൻ്റെ അർത്ഥം? വൈ ആക്സിസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര ഉണ്ട് എന്നുള്ളത്, പിന്നെ സമയത്തിനനുസരിച്ച്. ഇപ്പൊ നമുക്ക് ആ സമയം അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നോക്കൂ, ആദ്യത്തേല് പിന്നെ സീറോത്ത് ടൈം. അതുകൊണ്ടാണ് നമ്മൾ ഈ റെഡ്, ഇത് പിന്നെ ബി എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് അത് എ റിയാക്ടന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി സീറോ ടൈം ആണ്. സീറോ ടൈമിൽ ദർ ഇസ് നോ ബി, സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സീറോ. അതിലുള്ളത് മുഴുവൻ എ ആയിരുന്നു. ഇറ്റ് ഇസ് മാക്സിമം 40. ഇവിടെ 40 എന്ന് കാണിച്ചു, അത്രേ ഉള്ളൂ. ഇറ്റ് ഇസ് മാക്സിമം. ദെൻ ആ എ ഡിക്രീസ് ചെയ്യുന്നതാണ്. The number of A molecules decreases with the time, but number of B molecules increases with the time. രണ്ട് ഗ്രാഫായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, നമ്മളൊരു ഗ്രാഫിൽ വരച്ചു എന്ന് മാത്രം. ടൈം അവിടെ ഒരു ഫാക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ A decreases, that means reactants decreases, products increases. ഇതാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫിന്റെ പ്രത്യേകത. ഓക്കെ.